കാളികാവിലെ നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ 4ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞ മേഖല കേന്ദ്രീകരിച്ച് പരിശോധന ഊർജിതമാക്കാനാണ് വനം വകുപ്പിന്റെ നീക്കം. കടുവയെ കണ്ടെത്താത്തതിനാൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. കൂടുതൽ വിവരങ്ങളുമായി അരുൺ അമർനാഥ് ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ 4ാം ദിവസമായിട്ടുണ്ട്. ആ പ്രദേശത്തെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. കടുവയെ എപ്പോൾ പിടികൂടും എന്നുള്ള ഒരു വലിയ സംശയത്തിലാണ് ആളുകളുള്ളത്. ഈ ദൗത്യസംഘത്തിന്റെ പുതിയ നീക്കം എങ്ങനെയാണ്? ഇപ്പോഴും ആ കടുവ ക്യാമറ ദൃശ്യങ്ങളിൽ പതിഞ്ഞ സ്ഥലത്ത് തന്നെയാണോ പരിശോധന നടക്കുന്നത്? ജലക്ഷ്മി, എനിക്ക് പിറകിലായത് കുങ്കി ആനകളെ കാണാം. ഈ കുങ്കി ആനകൾ ഉൾപ്പെടെ കോന്നി സുരേന്ദ്രനും കുഞ്ചുവും ഉൾപ്പെടെയുള്ള കുങ്കി ആനകൾ സജ്ജമാണ്. ദൗത്യസംഘം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ദൗത്യം എന്നത് ഇന്നലെ ക്യാമറ പതിഞ്ഞെടുത്ത് കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ തന്നെയാണ്. ഇപ്പോൾ ആ ക്യാമറകൾ മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു തീരുമാനം കൂടിയുണ്ട്. കാരണം വിവിധ മേഖലകളിലേക്ക് വ്യാപിച്ചുകൊണ്ട് കടുവയുടെ സാന്നിധ്യം അല്ലെങ്കിൽ കടുവയെ കണ്ടെത്താനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായി തന്നെയാണത്. 3 സംഘങ്ങളായി തിരിഞ്ഞാണ് 20 അംഗങ്ങളടങ്ങുന്ന 3 സംഘങ്ങളായി തിരിഞ്ഞാണ് 60 അംഗ RRT ടീമിന്റെ പരിശോധന നടക്കുന്നത്. തെർമൽ ഡ്രോൺ ക്യാമറയുണ്ട്. ഒപ്പം തന്നെ 50ഓളം ക്യാമറകൾ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഈ കുങ്കി ആനകളെ മേഖലയിലേക്ക് കൊണ്ടുപോകുന്നത് കൃത്യമായി കടുവയെ ട്രാക്ക് ചെയ്തതിന് ശേഷം മയക്കുവെടി വെക്കാനുള്ള ഒരു ഒരുക്കത്തിന്റെ ഒക്കെ ഭാഗമായി മാത്രമേ കുങ്കി ആനകളെ അവിടെ എത്തിക്കുകയുള്ളൂ എന്നാണ് സംഘം നമ്മളോട് നേരത്തെയും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കൃത്യമായ ഒരു ആസൂത്രണമാണ് വേണ്ടത്. കാരണം ശ്രമകരമായ ഒരു ദൗത്യമാണ്. ഈ ടെറൈൻ ഉൾപ്പെടെ ഈ ഭൂപ്രകൃതി ഉൾപ്പെടെ അടിക്കാടുകളൊക്കെ വളർന്ന് കടുവയ്ക്ക് ഒളിക്കാനൊക്കെ അനുയോജ്യമായ ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. അപ്പോൾ കടുവയെ കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെയായിരുന്നു ഏറ്റവും പ്രയാസമുള്ള കാര്യം. കടുവയുടെ സാന്നിധ്യം ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ വനംവകുപ്പുള്ളത്. അതിനുശേഷം കൃത്യമായ ഒരു ട്രാക്കിങ്ങിന് ശേഷമായിരിക്കും മയക്കുവെടി വെക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ദൗത്യസംഘത്തിന് കടക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ഭാഗത്ത് ദൗത്യം നീളുന്നതിനനുസരിച്ച് പ്രദേശവാസികളുടെ ആശങ്കയും വർദ്ധിക്കുകയാണ്. ജയലക്ഷ്മി. ശരി അരുൺ, എന്തായാലും പ്രദേശവാസികളുടെ ആശങ്ക തുടരുകയാണ്. ഇപ്പോൾ ക്യാമറ മാറ്റി സ്ഥാപിക്കുവാനും നീക്കങ്ങൾ നടക്കുന്നുണ്ട്. നിലവിൽ 50ഓളം ക്യാമറകളുണ്ട്. എന്തായാലും ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്തും പരിശോധനകൾ ഊർജിതമാക്കിയിട്ടുണ്ട്. വനംവകുപ്പ് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു നീക്കം, അതായത് കടുവയെ കണ്ടെത്തി മയക്കുവെടി വയ്ക്കാനുള്ള ത്തിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അരുൺ അമർനാഥാണ് വിവരങ്ങൾ പങ്കുവച്ചത്.